ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ വളരെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എക്സൈറ്റ്മെന്റ് ഇച്ചിരി കൂടുതലാണ്, അധികം കൂടുതലാണ്. കാര്യം ഇത് നടക്കും അതെന്ത് നടക്കും, പക്ഷേ ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല. അതൊരു ടെൻഷൻ. തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് പാറുവിൻ്റെ ഡാൻസ് പെർഫോമൻസ് നമ്മുടെ ആദ്യമായിട്ടല്ല അമ്പലത്തിൽ നമ്മൾ കഴിഞ്ഞ പോലെ നമ്മുടെ അമ്പലത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്രാവശ്യം കുറച്ച് അത് സാധാരണ ഡാൻസ് തലേ ദിവസം വെറുതെ ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഇത് പക്ഷേ ക്ലാസിക്കൽ ഡാൻസും ഉണ്ട്, സെമി ക്ലാസിക്കലും പഠിപ്പിച്ചിട്ട് ചെയ്യുന്നതാട്ടോ. ഡാൻസ് സ്കൂളിലത്തെ ഡാൻസും ഉണ്ട്, പിന്നെ നമ്മുടേതായിട്ടുണ്ട്. അവൾക്ക് നമ്മുടെ ഫോക്ക് കളിപ്പിക്കാന്ന് വെച്ചായിരുന്നു. പക്ഷെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവളും അവളെ ചേച്ചിയും കൂടുതലുള്ള ഡാൻസ് ഉണ്ട്. പക്ഷെ ഒരാഴ്ച മുമ്പാണ് പ്രാക്ടീസ് തുടങ്ങിയത്. അതുകൊണ്ട് നമ്മളല്ല വിചാരിച്ചത്, അവിടെ കുറെ പിള്ളേർ അധികമായപ്പോൾ കൗണ്ട് അധികമായപ്പോൾ 2 ഡാൻസ് ഞങ്ങൾ ഒതുക്കിയതാണ്, കുറെ പഠിപ്പിച്ച് വിട്ടത്. അതെ, അപ്പോൾ അതും അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടോ, രാവിലത്തെ അല്ല, ഉച്ചയ്ക്കൊക്കെ കുളിച്ച് വന്ന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാറുവിനൊക്കെ എടുത്ത് ഉറക്കി. അവൾ രാവിലെ ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കുമായിരുന്നു. വന്നപ്പോൾ ഭയങ്കര ടയേർഡ്. അപ്പോൾ ഞാൻ പാറുവിനെ വേഗം എടുത്ത് ഉറക്കി. അതായത് ഇനിയൊരു എത്ര മണിയാകുമ്പോൾ ഏൽപ്പിക്കണം? ഇനിയിപ്പോൾ 3 മണി ആയിട്ടുണ്ട്. 4:30 ആകുമ്പോൾ 5 മണിയാകുമ്പോൾ ഏൽപ്പിച്ചാൽ മതി. ഒരു 5 മണിയാകുമ്പോൾ ഏൽപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം, കണ്ണ് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കണം കേട്ടോ, കണ്ണിൻ്റെ ഉള്ളിൽ. അതായത് ഞാൻ രാത്രി പാറുവിനെ പറഞ്ഞിട്ടില്ല കെടുത്തി ഉറക്കുമ്പോഴാണ്. അപ്പോൾ കാശിക്കുട്ടനും പാറും കിടന്ന് ഉറങ്ങുന്നുണ്ട്. എനിക്ക് ഡ്രസ്സൊന്ന് ചെറുതായിട്ടൊന്ന് അവളുടെ ഡ്രസ്സൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. വളയും മാലയും സാധനമൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് ഒരുക്കിയിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ പാറുവിൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാറൂസിന് ഭയങ്കര പേടിയായിട്ടോ കണ്ണ് എഴുതാന്നുള്ളൊരു കാര്യം. ഞാൻ മിക്ക ദിവസവും രാത്രിയാണ് കണ്ണ് എഴുതി കൊടുക്കുക ഉറങ്ങണ സമയത്ത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസിന് നമ്മളെങ്ങനെയാണ് കണ്ണ് എഴുതാണ്ട് പോവുക, ഇനി അത് വാശി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങേറാവും. അതുകൊണ്ട് ഞാൻ അവളെ രാത്രി കണ്ണിരിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ ഉറക്കം നല്ല ഡീപ്പല്ലാത്തതുകൊണ്ട് ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പാറുട്ടൻ ഉറക്കത്തിന് എഴുതിട്ടുണ്ട് കേട്ടോ. പാറു ഹായ് പറ. പാറൂസിൻ്റെ കണ്ണ് ഞാൻ ഒരു കണ്ണ് എഴുതി സക്സസ്ഫുള്ളായിട്ട്. ഇപ്പുറത്തെ കണ്ണ് എഴുതുമ്പോഴത്തേനാണ് എഴുതി. എൻ്റെ മോള് കണ്ണ് എഴുതാൻ ഇരുന്നേരില്ലേ? നല്ല കുട്ടിയായിട്ട്. അപ്പം ഞാൻ കോടൊക്കെ കഴിഞ്ഞ ദിവസം പോയിട്ട് റെൻറ്റിലെടുത്ത കോടാണ് കേട്ടോ. ചേച്ചിയുടെ കോടം ഗ്രീൻ അല്ലേ? അപ്പോഴേ ഇതാണ് പാറുവിൻ്റെയും ചേച്ചിയുടെയും ഡാൻസിൻ്റെ ഡ്രസ്സ്. ഇതാണ് ഓക്കെ. മാറ്റിയത് പട്ടുപാവാടല്ലേ മാറ്റിയത് നമ്മള്. ഇതാണ് പാറുവിൻ്റെയും ചേച്ചിയുടെയും ഡാൻസിന്റെ ഡ്രസ്സ് ഇട്ടത്. അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നൊരു ലാച്ച. ഇത് ആരോ പാറുവിന് പിറന്നാളിന് തന്നതാണ്. ആരുണ്ടാവും തന്നത്? പാറുവിന് അല്ല, പാർച്ചേച്ചി ഒന്നല്ലത്. ഇത് ആരോ തന്നതാണ് നമുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഡാൻസ് ഇടുന്നത്. പക്ഷെ അത് ഇത്തിരി ഒന്ന് ഓൾട്ടർ ചെയ്യാനുണ്ട്. അതപ്പോൾ ഞാനൊന്ന് ഓൾട്ടർ ചെയ്യട്ടെ. ഇച്ചിരി ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. പാറുട്ടാ, ഇതൊന്ന് ഇട്ട് നോക്കണടാ. ഇതൊന്ന് ഇട്ട് നോക്കട്ടെ. നമ്മൾ വേറെ പട്ടുപാവാടാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഒരു ചെറിയൊരു സെമി ക്ലാസിക്കൽ പോലെ ഒരു ഐറ്റം ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസിൻ്റെ. അത് പാറു വെൽ പ്രാക്ടീസ് ആയിട്ടില്ല. കാരണം ഒരു 5 ആഴ്ചയിൽ ശനി ഞായർ മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ പാറു ഫുള്ള് നോക്കി കളിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ പട്ടുപാവാടയാണ് അവരുടെ കോസ്റ്റ്യൂം ഉള്ളത്. അപ്പോൾ ആദ്യമുള്ളതല്ല, ഇപ്പോൾ വേറെയാണ്. അപ്പോൾ പണ്ടത്തെ പട്ടുപാവാട ആയിട്ട് അപ്പോൾ കുറച്ചൊന്ന് അഴിച്ചിടാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു പട്ടുപാവാട പാറുവിന് ഇടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കുഞ്ഞും പാറും കൂടെ കളിക്കുന്ന ഡാൻസിന് ഒരു ലാച്ചയാണ് ഇടുന്നത്. അത് കുറച്ച് ലൂസാണ്. അപ്പോൾ അത് ജസ്റ്റ് മെഷീൻ ഉള്ളതുകൊണ്ട് ഭാഗ്യം നമുക്ക് അടിക്കാനായിട്ട് അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനപ്പോൾ. One, 2, 3, 4. 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. പാടാവനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറ
പാറു കൃഷ്ണൻ എങ്ങനെയാ നിക്കണേ? എങ്ങനെയാ കൃഷ്ണൻ നിക്ക പാറു? ആ തിരിച്ചു വരുമ്പോൾ പ്രോപ്പർട്ടി എടുക്കാൻ മറക്കരുത്, കൊട എടുക്കാൻ മറക്കരുത് കേട്ടോ. തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും പേടിക്കണ്ട കേട്ടോ. പാറുട്ട കണ്ട ചേച്ചി നീറ്റായിട്ട് എഴുത്തിട്ടുണ്ട് കേട്ടോ. പേടിക്കണ്ട. കുറച്ചുകൂടെ ഡാർക്ക് ആക്കാണ്ട കുഞ്ഞു. പാറ മേലേക്ക് വെക്ക്. പേടിക്കണ്ട. അമ്മ അപ്പുറത്തെ കണ്ണുറക്കത് സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ കണ്ണും കൂടെ. കണ്ണി കുത്തിയിട്ടില്ല ചേച്ചി, നോക്കട്ടെ. ആ ഒരു പ്രാവശ്യം കൂടെ ഏറ്റത്തും കൂടെ, ഈ അറ്റത്തും. വായ പൊത്തി ചമക്കി. എനിക്ക് നോക്കട്ടെ. സൂപ്പർ. പുഷ്പപുടം ഉത്സംഗം ശിവലിംഗം കടകാവർത്തനം കർത്തരി സ്വസ്തിതം ശകടം ശംഖ് ചക്രം. അപ്പോൾ ഏട്ടൻ മുല്ലപ്പൂ മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ എങ്ങനെയാണെന്ന് നോക്കുകയാണ്. എനിക്ക് നോർമലി ഷൂട്ടിനൊക്കെ നമുക്ക് പറവൂരിൽ നിന്നൊരു കുട്ടി മേടിച്ചിട്ട് വരാറുണ്ട്. ആ മുല്ലപ്പൂ കണ്ട് എനിക്ക് ഈ മുല്ലപ്പൂ കാണുമ്പോൾ ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്യും. പക്ഷെ കുഴപ്പമില്ല, പാറൂസിനൊക്കെയാലും കുഞ്ഞു തലയല്ലേ, കുറച്ച് മുല്ലപ്പൂ വെക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഫില്ലായിട്ടുണ്ടാവും. അതുകൊണ്ട് വലിയ സീനില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞുവിനും പാറുവിനും മൂന്നേശം മുഴ വെച്ചിട്ട് ഇങ്ങനെ നുറുക്കി വെക്കണമായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനാട്ടോ, അതായത് പാറു ഒരുങ്ങാൻ നിൽക്കും അങ്ങനെയൊക്കെ. പക്ഷേ കൂട്ടിന് കുഞ്ഞോളുണ്ടെങ്കിൽ അവൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും നല്ല ഹാപ്പി ആയിട്ടൊക്കെ നിന്നോളും. പിന്നെ മെയിനായിട്ടും ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവളുടെ കുറേ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് വേഗം തന്നെ ആ പരിപാടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉറക്കക്ഷീണം ഉണ്ടെങ്കിലാണ് അവൾ ഭയങ്കര ഇടച്ചിലറിക്കും. പിന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞ് ഫോൺ വെച്ച് കൊടുക്കാണ്ട് ഒരു നിവർത്തിയില്ല. ഫോൺ എൻ്റെ അടുത്തിരിക്കില്ല കേട്ടോ. പക്ഷെ അവൾക്ക് ഫോക്ക് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ കുട്ടിയുടെ അടുത്തൊക്കെ നല്ല പ്ലസൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്താണ് വാശി. അല്ലെങ്കിലും നമ്മുടെ പിള്ളേർക്കൊക്കെ അമ്മമാരുടെ അടുത്തായിരിക്കും. അപ്പോൾ 3 പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ കുഞ്ഞും അതേപോലെ തന്നെ പാറൂസിനും ഒരുമിച്ച് ഇവിടെ വെച്ചിട്ട് തന്നെ മേക്കപ്പ് ചെയ്യിക്കും. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഡാൻസിൻ്റെ കാര്യം. അത് വേറൊന്നുമല്ല, നന്നായിട്ട് പഠിച്ചിട്ടില്ല, അതായത് എന്താ പറയുക, തറമായിട്ടില്ല കേട്ടോ. പാറു ഫുള്ള് നോക്കിയാൽ കളിക്കുന്നത്. പിന്നെ എനിക്ക് കുഞ്ഞു കളിക്കുന്ന കാരണം സമാധാനം, അവളിങ്ങനെ ഇടക്കണ്ടിട്ട് നോക്കി കളിച്ചോളും. അപ്പോൾ ഞാൻ തേക്കാനുള്ളതൊക്കെ തേച്ച് വെക്കുകയാണ്. പട്ടുപാവാട തേക്കാനുണ്ടായിരുന്നു, അത് തേക്കണം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ഡ്രസ്സിനുള്ള മേക്കപ്പ് ഇവിടെ നിന്ന് ചെയ്തു പോവും. രണ്ടാമത്തെ ഡ്രസ്സിനുള്ളത് നമുക്ക് അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ മാമയുടെ വീടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ പോകും. അങ്ങനെയാണ് നമ്മളിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. നമുക്ക് ടോക്കണും കിട്ടി, ടോക്കൺ വൈസ് ആണ് അവിടെ കൊടുക്കുന്നത്. ടോക്കൺ 4ഉം 10ഉമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഒരു സമാധാനമുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ കുട്ടിയുടെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പാറൂസ് കുഞ്ഞുമക്കളൊക്കെ ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ അവർ ടോക്കൺസൊക്കെ സെറ്റാക്കി തന്നു. അത് വേദന എടുക്കാത്തത് കേട്ടോ, വലിയ വേദന എടുക്കാത്തത് നോക്കിയിട്ട് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ദൂരത്ത് ഊരിട്ട് കളയരുതിട്ടാ, കളഞ്ഞിട്ടില്ലെങ്കിൽ കമ്മൽ നമുക്ക് പിന്നെ ഇടാൻ പറ്റില്ല. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ കമ്മൽ ഇട്ട് അപ്പുറത്തെ കമ്മൽ ഊരിട്ടെ. ഗൈസിൽ കാണിച്ചു കൊടുക്കട്ടെ കമ്മൽ വരുന്നത്. സിമ്പിളായിട്ട് എൻ്റെ മോള് എത്ര സിമ്പിളായിട്ട് നിന്നിരുന്നു അറിയാം. പക്ഷെ കുട്ടിയുടെ ആരും തന്നെ ഇങ്ങനെ നിന്ന് കൊടുക്കില്ല. എൻ്റെ മോള് മാത്രം ഉണ്ടല്ലേ പാറു. എല്ലാവർക്കും പേടിയില്ലേ ഗൈസ്? പേടിക്കണ്ടെന്ന് പറയും. കണ്ട ഇവിടെ കമ്മലിടെ, ഇവിടെ ഗോൾഡിന്റെ കമ്മൽ വെച്ചിരുന്ന ഇവിടെ. ഗൈസ് ഇത് എങ്ങനെ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മേമനോട് ഇട്ടുതരാൻ പറയുന്നത്. മേമ വരുന്നുണ്ട്. മേമേ കുട്ടിക്ക് കമ്മൽ ഇട്ട് കൊടുക്കണം മേമ. ഗൈസ് എത്ര എളുപ്പത്തിലാണ് എൻ്റെ മോള് കമ്മലിടുന്നത് നിങ്ങൾ കാണണം അല്ലേ പാറു?
ശരീരത്തെ ഒന്ന് പറഞ്ഞു പോയി കേട്ടിട്ടെ ഭക്ത പേടിക്കേണ്ടത് മാമ സിമ്പിൾ ആയിട്ട് ഇടും അതുപോലെ അമ്മമ്മോനിട്. ഞാൻ പറയട്ടെ 10 എണ്ണുള്ള ഇടണ കീത്തോ. എന്നിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഗായ്സ് കണ്ടോ എത്ര കുഞ്ഞോളെ ചിപ്പിട്ടിട്ട് ഓടി വരുമ്പോ എന്നെ ബാങ്കിട്. എടി വേദന എടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ കൂടെ ഇടിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മിഠായി തരും. വേദന എടുത്താൽ മാത്രം മിഠായി തരും. മറ്റേ സൂപ്പർ. ഹലോ കിട്ടില്ല ഇതോ എന്റെ മോൾ ആദ്യമായിട്ടാണ് ഗൈസ്. അയ്യോ നോക്കട്ടമ്മ കണ്ണാണത്തോട്ട് കണ്ടല്ലടി നോക്കട്ടെ. അത് എക്സ്ട്രാ ശങ്കുരൻ പിടിക്കുന്നു. നോക്കട്ടെ പിന്നെ എവിടെ സഞ്ജു എന്റെ മോൾ ഇത്രയും വൃത്തികേടായിട്ട് സഞ്ജുന്റെ കല്യാണത്തിന് സ്വന്തം മാമന്റെ കല്യാണത്തിന് ഇത്രമാത്രം വൃത്തികേടായി പോയിരിക്കും. ഒരു ഫോട്ടോ പോലും ഇല്ല നല്ലത്. അച്ഛമ്മക്ക് കാണിച്ചു കൊടുക്കട്ടെ പാറു കൊട്ടക്കമ്മലിട്ടിട്ട്. ജിമിക്ക് നല്ല മോളായിട്ട് കളിക്കണ സുന്ദരി മോളായിട്ട് ശരിക്കണ്ടേ ബ്രൈഡാക്കി മാറ്റണം പാറുവിനെ. അത് വേടോ ഗീതു. എല്ലാ മേക്കപ്പ് ഐറ്റംസും മൂത്തുണ്ടാവും. സ്റ്റോപ്പ് ക്രീം, ബ്ലഷ്, പ്രൈമർ, അമ്മനെ പോലെ ലേഡി. സൂപ്പർ ആയിട്ടില്ലേ? അച്ഛൻ കാണിച്ചു കൊടുത്താ വളല്ല ലിപ്സ്റ്റിക് വലിയ മത്തങ്ങ പൊട്ട് വരണം കേട്ടാ. നല്ല ഭംഗിയായി. ഹലോ ഗായ്സ്, ഞാൻ പാർക്കുട്ടിയെ മേക്കപ്പ് ചെയ്യാൻ ഇരുത്താൻ പോവുകയാണ്. പോരെ പാറു, എന്താണ് പറയാനുള്ളത്? അതെന്താണ് ഒരു കാര്യം പറയാനില്ല. ചാരിക്കുക എന്നും ഇതെല്ലാം കാര്യമില്ല. നമുക്ക് മര്യാദക്ക് ചെയ്യണ്ടേ? എന്നും ചെയ്യുന്ന പോലെ അല്ല ഡാൻസിന് മേക്കപ്പ് ചെയ്യേണ്ടത്. അത് പറ്റിയില്ലേ? അത് അമ്മയുടെ റൂമിലേക്ക് അമ്മയ്ക്ക് കൊണ്ട് കുത്തലേ ജീനക്ക്. പിന്നെ തലാണ് എടുത്തിട്ടുണ്ട്. ഫോണിട്ടുണ്ട്. 2 പേർക്കും മാച്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ സെയിം ഇടണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പട്ടുപാട് ഇട്ടാൽ മതി. കസവിൻ്റെ പാവാട ഇങ്ങനെ സെയിം ആയിരിക്കണം കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ ആദ്യം അതിന് കുറച്ച് വർക്കുള്ള പാവാടയൊക്കെ ഉണ്ടായിരുന്നത്. ദിവ്യേച്ചി പറയുമ്പോഴാണ് ഈ ഒരു പട്ടുപാവാട ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് ഓർമ്മ വന്നത്. വേറൊക്കെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അതായത് ഗ്രീൻ പട്ടുപാവാട അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഗ്രീൻ വള, ഗ്രീൻ മാലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്ലൂ വള ഇല്ലാത്തതുകൊണ്ട് ദിവ്യേച്ചിയാണ് പോയിട്ട്, അന്ന് സൺഡേ ആയിരുന്നു, ബ്ലൂ വളൊക്കെ മേടിച്ച് കടയിൽ നിന്നൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ പാറുവിൻ്റെ കഴുത്തിൽ മാല, എൻ്റെ കയ്യിലുള്ള കുടുക്കി മാലകൾ പോലത്തെ ആട്ടോ. അപ്പോൾ കുഞ്ഞുവിൻ്റെ കയ്യിലുള്ള ഒരു മാല ചേച്ചി കൊണ്ടുവന്നിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. പാറുവിന് ഈ പൗഡറൊക്കെ ഇടുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷെ കുഞ്ഞു അത്യാവശ്യം വലുതായല്ലോ. അപ്പോൾ അവൾക്ക് അതിൻ്റെ മെച്യൂരിറ്റിക്ക് അവൾ നിന്നോളും. കീത്തുമാണ് കേട്ടോ കുഞ്ഞിനെ റെഡിയാക്കണത്. കുഞ്ഞിൻ്റെ ഫേസ് പിന്നെ വലിയ ഫേസ് ആയതുകൊണ്ട് അതിൽ നമുക്ക് കുറേ മേക്കപ്പ് ചെയ്യാനുള്ള
കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവളെ ഫേസിൽ. നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. പാറൂൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മുഖമാണ് കേട്ടോ, കുഞ്ഞു മുഖമാണ് കണ്ടോ, കുഞ്ഞൊരു കവിളൊക്കെ നന്നായിട്ടുണ്ട്. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ രണ്ടുപേരും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെയറും അടിയിൽ കൂടെ മുല്ലപ്പൂ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ കൂടെ മുല്ലപ്പൂ സെറ്റാക്കണം. ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നമുക്ക് 7:30 ആകുമ്പോഴത്തേനും അമ്പലത്തേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 6:45 ആയി തുടങ്ങിയിട്ട്. അപ്പം തന്നെ ഭയങ്കര ടെൻഷനായി തുടങ്ങി, ലേറ്റ് ആവുമോ എന്ന് വിചാരിച്ചിട്ടുള്ള ടെൻഷൻ. നോക്കിയേ നോക്കിയേ ഒന്നും നോക്കിയേ ചിരിച്ച പല്ലാണ്. രണ്ട് പേരെയും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞൂനെ എനിക്കിഷ്ടമായി, പാറൂനെ എനിക്കിഷ്ടമായി. പാറൂന് ഇങ്ങനെ നല്ല രീതിയിൽ മുല്ലപ്പൂവൊക്കെ കെട്ടി വെച്ച് ഒരുക്കി വിടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം വരും. അതായത് ഈ പറഞ്ഞ പോലെ സഞ്ജുവിൻ്റെ കല്യാണത്തിന് പാറു ഭയങ്കര മോശമായിട്ടായിരുന്നു. കാരണം ഭയങ്കര വാശിയായിരുന്നു പാറുവിന്. എന്നുവെച്ചാൽ എന്താ പറയുക, രാത്രി ഉറങ്ങാത്തതിൻ്റെയും രാത്രിയിലത്തെ കളിയുടെ ക്ഷീണമൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതേ അച്ഛനും അച്ചമ്മയ്ക്കും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അച്ചമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അച്ചമ്മ എവിടെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെയാണ് പാറുവിൻ്റെ മേക്കപ്പും കുഞ്ഞുവിൻ്റെ മേക്കപ്പും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കരുത് ഗൈസ്. കുഞ്ഞു നല്ല രസമുണ്ടായിരുന്നു. ഒരു മങ്ക മോഡലാവണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവരുടെ 1-2 ഫോട്ടോസൊക്കെ എടുത്തോട്ടെ. നമ്മൾ കീത്തുനാണെങ്കിൽ പാറുവിൻ്റെ മുഖത്ത് മേക്കപ്പ് ചെയ്തിട്ടും ഒരു ഗ്ലോസി വന്നിട്ടില്ലേ, ഒരു ഗ്ലോ കിട്ടിയിട്ടില്ല, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ ഞങ്ങളിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണം. അതായത് ഇവരിനി പറഞ്ഞയച്ചിട്ട് വേണം. ഞങ്ങൾ ദിവ്യേച്ചിയുടെ കൂടെ പറഞ്ഞേക്കാണ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. അതെ, 2 പേരും കുഞ്ഞോളേച്ചിയുടെ വീട്ടിൽ പോട്ടാ. ചെല്ല്, ഇറങ്ങിക്കോ. ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം കൂടി ഇടാം. നമുക്ക് അവിടെ പൂരപ്പുറമേക്കുള്ള സമയമൊന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. നമ്മൾ ഡാൻസ് നമുക്ക് 4-10 കേട്ടോ. ചുറ്റും നമ്പർ പറഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങാൻ പോവാണ് കേട്ടോ. നമുക്ക് അമ്പലത്തേക്ക് കയറണം. ഈ സാധനങ്ങളൊക്കെ അവിടെ മാമയുടെ വീട്ടിലെത്തിക്കണം. കീത്തു അപ്പോൾ വായോ, കാറിന് വായോ. ഇതാണ് ഞങ്ങളുടെ അമ്പലത്തേക്കുള്ള എൻട്രൻസ്. ഇപ്രാവശ്യത്തെ ഇവിടുത്തെ പൂരം അതിഗംഭീരമായിരുന്നു. അതായത് 4-5 ദിവസത്തെ പരിപാടികളായിരുന്നു. പേഴ്സണലി ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുള്ള അമ്പലമാണ് കേട്ടോ. ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പാറുവിനെ കിട്ടിയത് പോലും ഇവിടെ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഉണ്ണിയാവാണ്ട് കുറേ നാൾ വിഷമിച്ചിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഇവിടുത്തെ കുറേ കാര്യങ്ങളിലൂടെയാണ് എനിക്ക് ഉണ്ണീനെ കിട്ടിയിട്ടുള്ളത്. അത് ഇവിടെ തുള്ളുമ്പോഴായാലും ഇവിടെ ഭദ്രകാളിക്ക് തുള്ളി അങ്ങനെ കുറേ അനുഗ്രഹിച്ചിട്ടാണ് എനിക്ക് ആ മാസമാണ് എനിക്ക് പാറുവിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്. അത്രയും നാളെനിക്ക് ഞങ്ങളുടെ 2 പേരുടെ ടെസ്റ്റിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഇവിടെ ദേവി അനുഗ്രഹിച്ച് ഈ മാസം നിങ്ങൾക്ക് എന്തായാലും പ്രഗ്നൻ്റ് ആവുമെന്ന് അനുഗ്രഹിച്ച് തന്നിട്ട് എനിക്ക് ഇവിടെ തുള്ളിക്കഴിയുമ്പോൾ പാറുവിൻ്റെ അടുത്ത് എപ്പോഴും പറയും ഞാനാണ് നിൽക്കുന്നത് കേട്ടാണ് എല്ലാ വർഷവും പറയും. അത് നമ്മുടെ വിശ്വാസമാണ്, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പേഴ്സണലി ഫാമിലിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു ഒരു അമ്പലമാണത്. എന്താ പറയുക, ഞാൻ എന്ത് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഞാൻ വിളിക്കാതെ. അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റേജൊക്കെ ഇപ്രാവശ്യം എന്താ പറയുക അടിപൊളിയായിട്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിത് അകത്ത് കയറിയിട്ട് ഞാനൊന്ന് തൊഴാമെന്ന് വിചാരിച്ചു. ഞാൻ പിള്ളേരെയും കൊണ്ടിട്ട് അകത്ത് പോയിട്ട് തൊഴുതു. അപ്പോഴത്തേനും നമ്മുടെ പാറുവിൻ്റെ ഡാൻസിൻ്റെ സ്കൂളിലത്തെ ഡാൻസ് ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡാൻസ് ക്ലാസ്സിലത്തെ തന്നെ ഒരുപാട് ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിനുള്ള പിള്ളേരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് പകരം അത് കോർഡിനേറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് എത്തേണ്ട ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ചേച്ചി അവളെ പാവാടൊക്കെ ഒന്ന് മുറുക്കി കെട്ടിക്കൊടുത്തു. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഡാൻസിൻ്റെ ഒക്കെ ഒരു സമയത്ത് എല്ലാ കാര്യത്തിനും ഫസ്റ്റ് നിൽക്കുന്ന ദിവ്യേച്ചി ആയിരിക്കും കേട്ടോ. അതായത് ഞാൻ വീഡിയോ പിടിച്ച് നിൽക്കും. ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ബാക്കി സ്റ്റേജിൽ കയറ്റേണ്ടത്, പാട്ട് ചെയ്യേണ്ടത് എല്ലാം ഫസ്റ്റ് നിന്ന് ചെയ്ത് തരാൻ എനിക്ക് ദിവ്യേച്ചിയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടാവാറില്ല. എല്ലാ ആൾ ചെയ്തോളും.
ആദ്യമായിട്ട് കയറും. പാറുവിൻ്റെ ടീമിൻ്റെ മൂന്നാമത്തെ. അപ്പോൾ പാട്ട് നമ്മൾ ആദ്യം ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടാണ് തുടങ്ങിയത്. പിന്നെ കുറേ സമ്മാനദാനവും കാര്യങ്ങളുണ്ടായി, കുറേ പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ പാട്ടും അങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ മാത്രം ഇടുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഡാൻസ് ക്ലാസ്സിലത്തെ പ്രോഗ്രാമാണ് കേട്ടോ, ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള പിള്ളേരുടെ. കുഞ്ഞു വേദിയിൽ അനന്തിക, ആര്യശ്രീ, അതിഥി, സയ, സന, നിഹ, നിതീഷ്, തപസ്, മിഹിര ആൻഡ് അതിഥി. വേദിയിൽ ബൊമ്മ ഡാൻസ് അവതരിപ്പിക്കുന്നത് ശിവനയന ഡാൻസ് സ്കൂൾ. വൈഗ വിപിൻദാസ് ഉടൻ തന്നെ മൈ പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കുഞ്ഞു പാറു നന്നായി കളിച്ചുട്ടാ നന്നായിട്ട്. പാടാൻ മനമാലേ വരും നടന്നു നമ്മൾ പറന്ന് വന്ന് എങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് അറിയില്ല. കാരണം നമ്മൾ 4ഉം 10ഉം ആയിരുന്നു. പക്ഷെ നമ്പറുകൾ ടപ്പേന്നാണ്. ഡാൻസൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അതൊക്കെ ടിഷ്യം എന്ന് പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ പതുക്കെ ആദ്യം 4ഉം 10ഉം ആണല്ലോ, നല്ലോണം സമയം ഉണ്ടല്ലോ എന്നാണ്. പാറുവിനാണെങ്കിൽ കമ്മലൂരാ മടി, മാല ഊരുമ്പോൾ വേദന, മുടി കെട്ടുമ്പോൾ വേദന,
അങ്ങനെ കുറേ വാശികൾ. അതിൻ്റെ ഇടയിൽ അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മൾ ഒരു ടൈമിൽ തന്നെ 2 പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാനൊരു സമയത്ത് ആഗ്രഹിച്ചിരുന്നൊരു സാധനം എൻ്റെ മോളിൽ കൂടെ ചെയ്യുമ്പോഴെനിക്ക് ഇതേ കണക്കിനാണ് ദിവ്യേച്ചി ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അത് നമ്മുടെ മക്കളിൽ കൂടെ അത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ മക്കളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പാറുവിനോട് ചോദിക്കും, പാറു മോക്ക് ഇത് ഇഷ്ടമാണോ? അമ്മ 2 പരിപാടി ഏറ്റിട്ടുണ്ട്, അത് ചെയ്യട്ടെ, എൻ്റെ മോനത് കളിക്കാൻ താല്പര്യമുണ്ടോ എന്ന് മാത്രം ഞാൻ ചോദിച്ചിട്ട് ചെയ്യുള്ളൂ. കാരണം എനിക്ക് ടെൻഷനാണ്, ഞാൻ അവളെ എൻ്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയാണോ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ. പക്ഷെ പാറുവിന് ദൈവഭാഗ്യത്തെ പാറുവിന് ഇഷ്ടമാണ്, ഡാൻസ് കളിക്കാനും പഠിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞു റെഡിയല്ലേ? നല്ല മക്കളായിട്ട് കളിക്കണം. ചേച്ചി പാറുവിന്റെ മാല ടൈറ്റ് ആക്കണ കാണില്ല അല്ലേ? ഫോട്ടോ ഓക്കെ, ഒരു മിനിറ്റ് ഇടയ്ക്ക് കുഞ്ഞു നീ തെറ്റിക്കരുത്, അവള് നിന്റെ നോക്കിയിട്ട് കളിക്കുള്ളൂ. അപ്പൊ നീ തെറ്റിക്കരുത്. വെള്ളം വേണോ? അമ്മ വീട് ഞാൻ ചേച്ചി മേമരെ കൈ പിടിച്ചിരുന്നു. ഇതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ഒരാഴ്ച കൊണ്ട് പ്രാക്ടീസ് ചെയ്തതാണ് നമ്മൾ. ഒരു 5 ദിവസം കിട്ടിയിട്ടുണ്ടാവും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സ്റ്റെപ്പ് ഫുള്ള് മാറ്റിയിട്ട്, പാറിൻ്റെ സ്കൂളിൽ കളിച്ച ഡാൻസ് സ്റ്റെപ്പ് ഫുള്ള് മാറ്റിയിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇവരുടെ തിരുവാതിരക്ക് അടിപൊളിയായിരുന്നേ. നമ്മുടെ മുല്ലശ്ശേരിക്കാരുടെ തന്നെ തിരുവാതിര അടിപൊളി തിരുവാതിരയായിരുന്നു. ഇത്രയും മനോഹരമായിരുന്നല്ല തിരുവാതിര. അപ്പോൾ അതേ നമ്മുടെ പിള്ളേർ സ്റ്റേജിൽ കയറാൻ പോകണം. സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് സോങ് നിന്ന് പോയിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് മണ്ണിൽ അലിഞ്ഞു പോയി ഗൈസ്. പക്ഷെ അവിടെ പ്ലഗ് കുത്താനുള്ളൊരു ലൂസ് കണക്ഷൻ എങ്ങാണ്ടായിരുന്നു. പിന്നെ അത് ശരിയായി. അപ്പോൾ നമ്മുടെ മക്കളുടെ ഡാൻസ് നിങ്ങൾ കാണും എങ്ങനെയൊക്കെയാണെന്നുള്ളതും അഭിപ്രായം പറയാൻ മറക്കരുത്. എന്തായാലും നിങ്ങൾ അഭിപ്രായമൊക്കെ പറയട്ടോ.
അപ്പോൾ അത് ഡാൻസൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളപ്പോൾ അതിൻ്റെ ഭക്ഷണം കഴിക്കാൻ പോകണം. നമുക്ക് അവിടെ തന്നെ അത്താഴപൂച്ചിൻ്റെ മത്തങ്ങയും പയറും സാമ്പാറും അതേപോലെ പപ്പടവും ഇഞ്ചിമ്പുളി അങ്ങനെയാണ് കേട്ടോ കറികൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു. അതിനുശേഷം നമുക്ക് ചെറിയ പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുക്കും, അവർക്ക് എല്ലാവർക്കും കൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതേ പാറുട്ടനാണെങ്കിൽ ട്രോഫി കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ ദേ നമ്മുടെ പാറുട്ടനും ട്രോഫി കിട്ടി. ട്രോഫി മീൻസ് ഒരു പ്രോത്സാഹന സമ്പന്നമായിട്ടൊരു കുഞ്ഞ് ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടോ, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. എന്താ പറയുക, അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രണ്ടുപേരും കളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. എത്ര സ്റ്റേജ് കിട്ടുന്നോ അത്രയും സ്റ്റേജിൽ കയറ്റാൻ ശ്രമിക്കണം നമുക്ക്. അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. എത്ര സ്റ്റേജിലായാലും അത്രയും സ്റ്റേജിൽ നമ്മൾ പിള്ളേരെ കയറ്റണം. സമ്മാനദാനമൊക്കെ കഴിഞ്ഞു, നന്നായിട്ട് കളിച്ചു മക്കള്. അപ്പോൾ നമ്മൾ നാളെയാണ് ഉത്സവം ഗംഭീര മക്കളും. ഇവിടെ കണ്ണച്ചൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനെ കാണിക്കാൻ പറ്റിയല്ലേ, അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ട്, നോക്കൂ ചുറ്റുപാടും. വോയിസ് ഒന്നും കേൾക്കില്ലല്ലേ? അപ്പോൾ നാളെയാണ് ഇവിടെ ഉത്സവം കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒരു 1-2 ആഴ്ചത്തെ പ്രയക്കിട്ടൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ നല്ല രീതിയിലൊക്കെ കളിച്ചു, ഭയങ്കര സന്തോഷമായി. കൊട്ടയും ചട്ടിയും വടിയൊക്കെ എടുത്ത് തൂക്കി നമ്മൾ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാറുവിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഉത്സവ സീസണാണ്. എനിക്കിനി എൻ്റെ അമ്പലത്തിലും ഫോക്ക് ഡാൻസൊക്കെ കളിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും നമ്മുടെ മക്കൾക്ക് വേണം. എന്താ പറയുക, നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.